ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്നെ ആരും പറ്റിക്കുന്നില്ല, ഞാൻ ആരെയും പറ്റിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ധൈര്യമായി ചെയ്യുക. നിങ്ങളെ ആരും പറ്റിക്കൂല, നിങ്ങൾ ആരെയും പറ്റിക്കേണ്ട. പിന്നെ ഇതൊരു വരുമാനമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു നഷ്ടമില്ലാത്തൊരു ബിസിനസ് അല്ലേ. വെറുതെ കുടുംബക്കാരും ബന്ധുക്കൾ കാണുകളൊക്കെ പറഞ്ഞേക്കാം, നല്ല പരിപാടി ഉണ്ട്, ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞാൽ 10 ആളോട് പറഞ്ഞ് 2 ആൾക്ക് കേൾക്കണം തോന്നിയാലോ, രണ്ടാളും ഇവിടെ വന്നിരിക്കൂ, ഓർക്ക് സംഭവം മനസ്സിലാവും, ഓര് ചില നോക്കൂ, ഓ ഓക്ക് 2 10 കിട്ടിയോ, അല്ല ഓക്ക് 50 കിട്ടിയോ, എനിക്ക് കിട്ടും. ആളിനും കമ്പയർ ചെയ്യൂ, ഓർക്ക് പറ്റിയ എനിക്കും പറ്റൂ. അങ്ങനെയൊക്കെ ചില ആളുകൾ ഇറങ്ങുന്നുണ്ടാവുക. സ്വാഭാവികമായും അവർ ബിസിനസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് 4% തരൂ. നിങ്ങൾ ഓരെ സഹായിക്കുക, ഒരു നിങ്ങളെ സഹായിക്കുക, പരസ്പരം സഹായിക്കുക. അങ്ങനെ നാളെ ടീം വലുതാവും. ടീം വലുതാവുമ്പോൾ സ്ഥിരമായി വരുമാനം കിട്ടും. അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടീനെ പറ്റിക്കേണ്ട. ഇതാണ് ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ തലമര വാറ്റി വരയ്ക്കുന്ന ദിവസമായി ഈ ദിവസം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കഴിഞ്ഞ 2015 മുതൽ 11ാമത്തെ വർഷമാണ് ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം ആയി ചെയ്യുന്നത്. അപ്പോൾ അത് വെറുതെ കിട്ടിയതല്ല, കഴിഞ്ഞ 10-11 കൊല്ലം പണിയെടുത്തുണ്ടാക്കിയതാണ്. ഇന്നത് കയറി എന്ന ഒറ്റ കാരണം കൊണ്ട് ആരും എളുപ്പത്തിൽ കോടീശ്വരനാവുന്നില്ല. ഇത്തിരി പണിയുണ്ട് ഇതിനകത്ത്. കുറച്ച് ആളെ കൊണ്ടുവരണോ, ഓരോരുത്തർ പഠിപ്പിക്കണോ, ഓരോ കൂടെ നമ്മൾ പ്രവർത്തിക്കണോ, ഒരു വിട്ടു നോക്കുമ്പോൾ പിടിച്ചു ചേർത്ത് നിർത്തണോ, സ്നേഹത്തോടെ നിർത്തണോ, കൂലിയൊന്നും കൊടുക്കേണ്ട, ആ കമ്പനി കൊടുത്തോളൂ. ഒരു വളർന്ന് വലുതാകുന്ന വരെ നമ്മൾ ഓരോ കൂടുന്ന് താങ്ങായി നിന്ന് കൊടുക്കണോ. അല്ലാണ്ട് ഇങ്ങോട്ട് കയറി താഴെ തിരിച്ചു പോകുമ്പോൾ കൂട്ടിട്ട് അങ്ങ് പോവാൻ 2-10 വാങ്ങാമെന്ന് വിചാരിച്ച് അത്ര എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട. ഇത്തിരി പണി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ബോധ്യമുള്ളതുകൊണ്ടാണ് തൊട്ട് മുമ്പ് സംസാരിച്ചു പോയ ഉമർ ഉസ്താദ് ആദ്യം തന്റെ മക്കളെ ബിസിനസ്സിൽ കൊണ്ടുവന്നത്. ഹലോ, സംശയമുള്ള ഒന്നിലേക്ക് സ്വന്തം മക്കളെ ആരെങ്കിലും കൊണ്ടുവരുമോ? മുമ്പ് 2 ആൺകുട്ടികളുണ്ടെങ്കിൽ 2 ആൾക്കാർ ഫുൾ ടൈം ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങാ. അത് മനസ്സിലാക്കണോ? ആൾക്കിത് ബോധ്യമുണ്ട്. ഗൾഫിലിരിക്കണ മോനെ വിളിച്ച് വരുത്തി ഫുൾ ടൈം ഇത് ചെയ്യിച്ചുകൊണ്ടിരിക്കണ് സതക്കനെ. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഉള്ളതിൽ ഏറ്റവും മികച്ചതേ നമ്മളെ മക്കൾക്ക് കൊടുക്കുള്ളൂ. അത് ഭക്ഷണമായാലും ശരി, അവസരമായാലും ശരി. ആദ്യം കഴിച്ചു നോക്കിയിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുള്ളൂ. അതേപോലെ ഏറ്റവും മികച്ചതെന്ന് രുചിച്ചു നോക്കി ഉറപ്പുവരുത്തിയിട്ടാണ് ഉമർ ഉസ്താദ് മക്കൾക്ക് കൊടുത്തത്. ആ മക്കൾക്ക് കൊടുത്ത ഓപ്പർച്യൂണിറ്റിയാ ഇങ്ങോട്ട് പറഞ്ഞേ, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ മാത്രം ആയിട്ടില്ല, അതുകൊണ്ടാ ഞാനിത് തന്നെ കൊടുക്കാൻ പോണത്. പഠിച്ചോ, എന്ത് പഠിച്ചാൽ ശരി, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ് ഓരൊക്കെ ചെയ്യുള്ളൂ. ഇത്രയും വരുമാനം കിട്ടാവുന്ന, ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള, ഇത്രയും ആള് നല്ല ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്നത്തെ ഈ രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ ഒക്കെ ആ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ആദ്യമായി കേൾക്കുന്നതിനോട് ഇതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനകത്ത് നമ്മളെ കഴിവല്ല പ്രധാനം എന്നുള്ളതുകൊണ്ടും നമുക്ക് നഷ്ടസാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നേരത്തെ ബിജു സാറെ കൊണ്ട് വിളിച്ചപ്പോൾ മമ്മൂട്ടിനെ വിളിച്ചത്. ലെഫ്റ്റും റൈറ്റും 2 മമ്മൂട്ടി വന്നാൽ മതി. നമുക്ക് കഴിവ് വേണമെന്നില്ല, മമ്മൂട്ടി തന്നെ വേണമെന്നില്ല, 2 മാമുക്കോയ വന്നാലും മതി. പണിയെടുക്കുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. ആളുടെ കഴിവൊന്നുമല്ല പ്രധാനം, ടീമിന്റെ കഴിവാണ് പ്രധാനം. അപ്പൊ നമ്മളെ ലെഫ്റ്റും റൈറ്റും നമ്മളെക്കാൾ ആവശ്യക്കാരായ, നമ്മളെക്കാൾ ആവേശമുള്ള ആൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ ഉണ്ടാക്കുന്ന വരുമാനത്തിന് ഒരു 4% കമ്പനി നമുക്ക് തരുന്നു. പക്ഷേ ആളുകളെ പ്രശ്നം 2ആണ്. ഒന്ന്, എനിക്കിത് പറ്റുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് മമ്മൂട്ടി തന്നെ വരണമെന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സിനിമ ഷൂട്ടിങ്ങിന് മാമുക്കയും മമ്മൂട്ടി ഒരുമിച്ച് അഭിനയിച്ചാന്ന് വിചാരിക്കുക, പഴയ സിനിമ വിചാരിച്ചോമാണ്. 2 ആളും 2 മാസം ഒരേപോലെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ മാമുക്ക അഭിനയിക്കുമ്പോൾ അഭിനയം 2 ആളും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞാൽ മമ്മൂട്ടി കൊടുക്കുന്ന 50 ലക്ഷം, ഇയാൾക്ക് കൊടുക്കുന്ന 5 ലക്ഷം ആയിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 2 ആൾക്ക് 2.10 കൊടുക്കുക. ഒരേപോലെയല്ലേ? അപ്പൊ ഇതിനൊരു പ്രത്യേകത അതാണ്. ഇനി ഇന്ന് ആദ്യമായി കേൾക്കുന്ന ആളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം അവരെ സംബന്ധിച്ച് ആകെ ആശങ്കയായിരിക്കും. ഒന്ന്, സംഭവം കയ്യിൽ പൈസ ഒന്നുമില്ല, വലിയ വരുമാനമൊന്നുമില്ല, എന്നാലും ശരി ഇത് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇത് തട്ടിപ്പാണ്, ഇത് ആളെ വയ്യടക്കലാണ്, ഇത് ആളെ ചേർക്കലാണ്, കണ്ണി ചേർക്കലാണ്, കണ്ണി പൊട്ടലാണ്. ആദ്യം വന്നവന് കിട്ടലാണ്, പിന്നെ വന്നവൻ പൊട്ടലാണ്. അപ്പോൾ ഞാൻ പൊട്ടേണ്ടി വരുമോ, പൊട്ടിപ്പോകുന്നുള്ള പേടിയാണ്. അപ്പോ പലപ്പോഴും അങ്ങനെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഓരോക്കെ അങ്ങനെ ഏതൊക്കെയോ മീറ്റിംഗ് പങ്കെടുക്കുകയോ, ഏതൊക്കെയോ ആളുകൾ പ്ലാൻ പറഞ്ഞത് കേൾക്കുകയോ, ഓരോക്കെ നിർത്തിപ്പോയത് കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കേൾക്കുമ്പോഴുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാല്, നിങ്ങൾ കേട്ട 2 എണ്ണവും, ഒന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ഒന്ന് മണി ചെയിനുമാണ്. ഈ മണി ചെയിൻ കേട്ടവരും മണി ചെയിനിൽ പെട്ടവർക്കാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉള്ളത്.
മണി ചെയിനില് ലീഡേഴ്സ് പറയണത് ഓർക്ക് എന്ത് കിട്ടിയെന്ന് മാത്രമാണ്. അതിന്റെ പ്രധാന ലീഡർക്ക് എന്ത് കിട്ടി. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഡർമാർ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് കിട്ടിയെന്നല്ല, നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന. പണം മുടക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടൂ. മറ്റവൻ പറയുന്നത് പൈസ മുടക്കുന്നത് നിങ്ങൾക്കൊന്നും കിട്ടൂല, ലീഡർക്ക് കിട്ടിയാൽ കാണിച്ചു തരാ. ലക്ഷങ്ങൾ കിട്ടി, കോടികൾ കിട്ടി, കാറുകൾ കിട്ടി, ഇങ്ങനെ പറയാം. ഇവിടെ ഞാൻ പറയണത് നിങ്ങൾ മുടക്കുന്ന പൈസക്ക് നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നം കിട്ടും, നഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം നമ്മൾ നോക്കുന്നത് മുടക്കുന്ന പൈസക്ക് നല്ല സാധനം കിട്ടും. നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ച ടൂത്ത് പേസ്റ്റ് പകരം അതിനേക്കാൾ മികച്ച ക്വാളിറ്റിയുള്ള ടൂത്ത് പേസ്റ്റ്, നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ച ടോയ്ലറ്റ് ക്ലീനർ പകരം അതിനേക്കാൾ മികച്ചത്, നിങ്ങൾ ഉപയോഗിക്കുന്ന വെൽനസ് ഉൽപ്പന്നങ്ങൾ മികച്ചത്, ഇങ്ങനെ ഈ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി കൊടുക്കുന്നത്. അത് ആദ്യമായി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ഉൽപ്പന്നം വാങ്ങിച്ചവരൊന്നും ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം പഠിച്ച് മനസ്സിലാക്കി അതിന് മേലെയുള്ള മാർക്കുകൾ പഠിച്ച് സർക്കാർ കൊടുത്ത അംഗീകാരങ്ങൾ നോക്കിയിട്ടല്ല വാങ്ങുന്നത്. കൊണ്ട കൊടുത്ത നിങ്ങൾ ആരാ? നിങ്ങളെ മുഖം മാത്രമേ നോക്കിയിട്ടുള്ളൂ. നിങ്ങൾ പരിചയക്കാരായതുകൊണ്ട്, നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട്, ചിലപ്പോൾ നിങ്ങളെ പെരുമാറ്റം ഇഷ്ടമായതുകൊണ്ട് നിങ്ങളൊന്ന് ഉൽപ്പന്നം വാങ്ങിയിട്ടുണ്ടാവും. ആ ആദ്യത്തെ വാങ്ങലിനെ ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരമായി കാണേണ്ടതില്ല. അത് നമ്മളെ ഫേസ് വാല്യൂ. നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാ ജീവിച്ചത്, അതനുസരിച്ചുണ്ടാവും ആ വാങ്ങൽ കിടക്കുന്നത്. പക്ഷേ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഒരു തവണ വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നതാണ് സത്യം. ആ രണ്ടാമത്തെ വാങ്ങലുണ്ടല്ലോ, ആ വാങ്ങല് വിറ്റോന്റെ മുഖം കണ്ടിട്ടല്ല, ഉപയോഗിച്ച ഉൽപ്പന്നത്തിന്റെ ഗുണം കണ്ടിട്ട് തന്നെയാണ്. അങ്ങനെ ആൾ വീണ്ടും വീണ്ടും വാങ്ങുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. നിങ്ങൾ ഇതിനകത്ത് സ്വയം അടുത്തിരിക്കുന്നവരൊന്ന് പരിചയപ്പെട്ടിട്ട് ഒരിത്തിരി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങൾ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുക. ഞങ്ങൾ ആരെയും കൊണ്ട് പരിചയപ്പെടുത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കുക. എന്നിട്ട് ഓരോക്കെ പറയണത് ഒരു വരുമാനം കിട്ടുമെന്ന് എനിക്കറിയില്ല, പ്രവർത്തിച്ചോടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു വാങ്ങിയ ഉൽപ്പന്നങ്ങൾ മികച്ചതായതുകൊണ്ടാട്ടാ ഇവിടെ വന്ന് കേൾക്കുന്നതെന്ന് ഒരു കൂടെ പറയും. ഉൽപ്പന്നങ്ങൾ മികച്ചതാണ്, നിങ്ങൾ പരസ്പരം ചോദിച്ചു നോക്കിയിട്ട് അല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയും, ഞാനത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അത്രയ്ക്ക് ഗ്യാരണ്ടി എനിക്ക്. ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മുടക്കുന്ന പൈസക്ക് നല്ല ഉൽപ്പന്നം കിട്ടി, അത് വാങ്ങി ഉപയോഗിക്കാം. ഉപയോഗിച്ച് നല്ലതാണല്ലോ എന്താ ചെയ്യുക, മറ്റുള്ള ആൾക്കാരോട് പറയാം. സ്വാഭാവികം മറ്റുള്ള ആൾക്കാർ പറയുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചാലും ഗുണം കേട്ട് കഴിഞ്ഞവരെന്താ പറയാ, ഒന്ന് എനിക്ക് തന്നേക്ക്. ആ സമയത്ത് അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കച്ചവടക്കാരനായി മാറാം. ഇത്രയും കാലം നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, ഉൽപ്പന്നം വിറ്റിട്ടില്ല. ഇവിടെ വിൽക്കുന്ന സമയത്ത് ഒരു ലാഭം കിട്ടുന്നുണ്ട്, ആ വിൽക്കുന്ന ആൾക്കാണ് വരുമാനം കിട്ടുന്നത്. അങ്ങനെ മറ്റുള്ള ആൾക്ക് ഈ ഉൽപ്പന്നം കൊടുക്കുമ്പോൾ ഒരു ലാഭം ഉണ്ടാക്കാനാ പറയണത്. ഇനി ചില ആളുകൾ പറയണേ വിൽക്കാനൊന്നും എന്നെ കൊണ്ടാവൂല, പക്ഷെ പരിപാടി നല്ലതാണെങ്കിൽ, തട്ടിപ്പും വെട്ടിപ്പും ഒന്നല്ലെങ്കിൽ 10 ആളെ ഞാൻ പരിചയപ്പെടുത്തരാം. അങ്ങനെ നിങ്ങൾ ആളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവര് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ അവര് വിൽക്കുന്നതിന്റെയും അവരിലൂടെ വിൽക്കുന്നതിന്റെയും 4% കമ്പനിക്ക് മാറ്റിവെക്കും. കാരണം ഈ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പരസ്യവും ഒരു പത്രത്തിലും ഒരു മാധ്യമങ്ങളിലും ഒരു TV ചാനലിലും എവിടെയെങ്കിലും കാണില്ല. ആ പരസ്യക്കാരന് കൊടുക്കേണ്ട, കടകളിലൂടെ ആണെങ്കിൽ ഹോൾസെയിലേഴ്സിനും അതിന് മേലേക്കും ആൾ കൊടുക്കേണ്ട ആ പൈസ നമുക്ക് വേണ്ടി കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട്. അത് 4% നിങ്ങൾക്ക് തരും. അത് ഒരാഴ്ചയിൽ കൂട്ടിവെച്ച് ഓരോ വെള്ളിയാഴ്ച ക്ലോസിംഗ് കഴിഞ്ഞ ബുധനാഴ്ചകളിൽ 450 ഉറുപ്പ്യ മുതൽ 2,10,000 വരെ തരാവുന്ന ഒരു പ്ലാൻ കമ്പനിയുടെ കയ്യിലുണ്ട്. 450 വേണോ 210 വേണോ നിങ്ങളാ തീരുമാനിക്കുന്നത്. നിങ്ങൾ 450 പണിയെടുത്താൽ 450 കിട്ടും. നിങ്ങൾ കൂടെ കുറെ ആള് ചേർന്ന് ഓരൊക്കെ 450 പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വരുമാനം കുത്തനെ കൂടും. ഞാൻ ആദ്യമായി വാങ്ങിയ വരുമാനം 733 ഉറുപ്പ്യാണ്. ആദ്യത്തെ വരുമാനം 733. അതൊരു 1000 ആയി കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. 1000 കിട്ടിയ സമയത്ത് 2000 ആക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. 2000 കിട്ടിയപ്പോ ഒരു 5000 ആക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. 5000 കിട്ടിയപ്പോ 10000 ആക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. 10000 കിട്ടിയപ്പോ 25,000, 50,000, 1 ലക്ഷവും, പിന്നെ 1.5 ലക്ഷവും 2ഉം 210. അതിന് മുകളിലേക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, 210 മാക്സിമം തരുള്ളൂ. ആ 210 ഒരു ID കിട്ടി തുടങ്ങിയ സമയത്ത് എന്നാ അടുത്തൊരു ID കിട്ടുകയാണെങ്കിൽ പോരട്ടെ നേരിട്ട് ഭാര്യന്റെ പേരിൽ ഒരു ID സ്റ്റാർട്ട് ചെയ്ത് അതും ഡെവലപ്പ് ചെയ്ത് അതിനകത്തുനിന്നും 210 ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോ
2 ഐഡിയിൽ 2-10 വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എടുത്ത പണി നിങ്ങൾ എടുത്താൽ ഇതേ വരുമാനം നിങ്ങൾക്ക് കിട്ടും. അതിനിടയിൽ 100 തവണ നിർത്തിപ്പോയാലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്താ, അന്ന് ഇത്ര അനുകൂലമായ ഒരു സാഹചര്യമില്ല. ആദ്യത്തെ മീറ്റിങ്ങിന് ഞാൻ വിചാരിച്ചു ഞാൻ വിളിക്കുന്ന എല്ലാവരും വരുന്നത്. ഞാൻ നാട്ടിൽ സജീവ പൊതുപ്രവർത്തകനാണ്. ഞാൻ നല്ല ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുമോ, താമരശ്ശേരി ചുങ്കത്ത് നിന്ന് ഇങ്ങനെ കരാടി വരെ അങ്ങനെ കറങ്ങി മുദ്രാവാക്യം വിളിച്ചു പോകാനാണ്. നല്ല ഒച്ചത്തിൽ വിളിക്കൂ. കുട്ടിയായ സമയത്ത് കുട്ടികളെ സംഘടിപ്പിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ, യുവജന സംഘടന രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്തൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് വർഷങ്ങളായിട്ട്. അപ്പോ എന്റെ ബന്ധങ്ങൾ വെച്ച് ഞാൻ ഒരു 100 ആൾക്കാരെ വിളിച്ചാൽ 100 ആൾ വരേണ്ടതാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച് രക്ഷപ്പെടാനുള്ള വിളിയല്ലേ എല്ലാവരും വരുന്ന എഴുതി. പക്ഷെ മൊത്തത്തിൽ 13 ആൾക്കാരാ വന്നത്. അന്നപ്പോ സംഭവം എനിക്ക് മനസ്സിലായത്, ആളുകൾക്ക് ഇന്നോടുള്ള ദേഷ്യം കൊണ്ട് വരാണ്ടതല്ലോ, ഓനെടോ കുടുങ്ങിക്കുന്നത്, ഓന്റെ കൂടെ പോയി കുടുങ്ങേണ്ട വരേണ്ടതാ. പല സമയത്തും നമ്മള് സംഘടന രാഷ്ട്രീയ സമയത്ത് വേറെ രാഷ്ട്രീയ പാർട്ടിക്കായിട്ട് എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് മൊബൈലിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഒരു 10-20 ആൾക്കാർ എത്തൂ. അതെന്തിനാ? തല്ലുണ്ടാക്കാനാ. തല്ലുണ്ടാക്കി ഇതൊന്നും ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രയാസമില്ല. പക്ഷെ രക്ഷപ്പെടാൻ വിളിച്ച സമയത്ത് മരണവിളി വിളിച്ചിട്ടും 13 ആൾക്കാരെ വന്നിട്ടുള്ളൂ. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഇത് അറിയുന്നതിന് മുമ്പേ നാട്ടുകാർക്ക് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആരും വന്നില്ല എന്ന് മാത്രമല്ല, ബാക്കി എല്ലാവരും വിളിച്ചു പറയുക, വലിയ തരയുടെ ഇന്ന് കുടിക്ക് വെറുതെ പോകാൻ നിൽക്കണം കേട്ടോ, എന്നെ വിളിച്ചിട്ട് ഞാൻ പോയില്ല കേട്ടോ, ഈ പോയിക്കോ. അങ്ങനെ വരാൻ വിചാരിച്ചൊന്നും വന്നില്ല. പക്ഷെ വന്ന 13 ഉണ്ടല്ലോ, ഓരോ മുമ്പിൽ ഞാൻ പറഞ്ഞതാ ഇതൊരു ഉഗ്രം പ്രോഗ്രാമാണ്. അതിലെനിക്ക് സംശയമൊന്നുമില്ല. കാരണം മുടക്കുന്ന പൈസ നല്ല ഉൽപ്പന്നം കിട്ടുന്നു, ഒരുത്തരം ഞാൻ പറ്റിക്കില്ല. എന്റെ പ്രശ്നം ആളെ പറ്റിക്കുന്നതിന് മുമ്പ് എന്നെ ആരും പറ്റിക്കരുത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്നെ പറ്റിക്കരുത്. ഞാൻ നോക്കുമ്പോൾ മുടക്കുന്ന പൈസ സാധനം കിട്ടുന്നുണ്ട്, ഞാൻ ആരെയും പറ്റിക്കില്ല. പിന്നെ എന്നെ ആരും പറ്റിക്കില്ല. ഞാൻ മുടക്കുന്ന പൈസ സാധനം കൊടുക്കുന്നുണ്ട്, ഞാൻ ആരെയും പറ്റിക്കില്ല. ആ വിശ്വാസത്തിന്റെ മോളാണ് സംസാരം മുഴുവൻ. ഞാൻ പറഞ്ഞത് ഇത് ഉഗ്ര ഓപ്പർച്യൂണിറ്റിയാണ്. മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നവും വാങ്ങി വിറ്റാൽ മാന്യമായ ലാഭം, ആളുകളെ പങ്കെടുപ്പിച്ച് ബിസിനസ് പഠിപ്പിച്ചാൽ ആഴ്ചക്ക് 2,10,000 റുപ്യ ഞാൻ വാങ്ങി തരൂ. അപ്പോ വിളിച്ചൊക്കെ എന്റെ കൂട്ടുകാരാണല്ലോ മുമ്പ് തീർത്തേ. അല്ല എനിക്കിപ്പോ എന്ത് കിട്ടി? ഞാൻ പറഞ്ഞു ഇനി വന്നിട്ട് വേണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പറയുന്ന കേട്ട 2-10 കിട്ടിമാരിയെ പറത്താനോ? പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആ ചോദ്യം സത്യത്തിൽ ഉടുതുണി അതിന് പോയ പോലെ എനിക്ക് തോന്നിയത്. ഇത്ര സ്ട്രോങ് ആയിട്ട് ആഴ്ചക്ക് 2-10 വാങ്ങി തരുന്നൊക്കെ പറയും. മറ്റും ചോദിക്കും എനിക്കെന്ത് കിട്ടി, ഉള്ളത് പറയാം എനിക്കെന്ത് കിട്ടി. ഞാൻ പറയും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അപ്പൊ തന്നെ തോന്നും ഇന്നത്തോട് പരിപാടി നിർത്തിക്കളാന്ന്. നിർത്താൻ തോന്നിയ എത്രയോ ദിവസങ്ങളുണ്ട്. കാരണം പലരും കളിയാക്കുക, പിന്നോട്ട് വലിക്കുക. കല്യാണ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആയി പോകും, മീറ്റിംഗ് കഴിഞ്ഞ് എത്തുമ്പോഴേക്ക്. അപ്പോൾ വന്നപാട് നേരെ പോകുന്നത് ലേറ്റ് ആയി കൊണ്ട് വരുമ്പോൾ ഭക്ഷണം മൂടി പോകുന്നതിന് മുമ്പ് ഉള്ളത് വാങ്ങി കഴിക്കാൻ അങ്ങോട്ട് പോകുന്നതാണ്. അവൻ പേക്കുന്നത് 2 തിരിഞ്ഞൊക്കെ പോകും, ആരുമില്ല. പിന്നെ ഇത് ഇതുകൊണ്ട് ഇറങ്ങില്ല. 2 ഇതെത്രയോ കേട്ടില്ല. ഹലോ, അതിന്റെ വാശി ഞാൻ തീർത്ത് എങ്ങനെ അറിയോ? മുമ്പിൽ ഒരു 1 കോടി രൂപ കാറുണ്ട്, അതിന്റെ നമ്പർ 210 എന്നാ. 210 എന്നാണ് സർക്കാരിന്റെ കണക്കിൽ, എന്റെ ആണെങ്കിൽ 210. അങ്ങനെയാണ് എങ്ങനെ കണക്ക് തീർക്കുക? ഇപ്പൊ 210 കാറിൽ പോകുന്ന സമയത്ത് എന്നെ കളിയാക്കുക എല്ലാവരും. ഹലോ, 1 കോടി രൂപ കാറിലേക്ക് മാറാൻ ഈ ഓപ്പർച്യൂണിറ്റി സഹായിച്ച് വിളിച്ചോ. ഇപ്പോഴും കട്ടപ്പുറത്താണ് തന്നെയാണ്. ഈ കളിയാക്കുന്നവർ ഇപ്പോഴും അതേ കട്ടപ്പുറത്ത് തന്നെയാണുള്ളത്. ഓന്റെ പണി 210 വിളിക്കലും കൈയാണിക്കലും തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് മാറി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്നെ ആരും പറ്റിക്കുന്നില്ല, ഞാൻ ആരെയും പറ്റിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ധൈര്യമായി ചെയ്യുക. നിങ്ങളെ ആരും പറ്റിക്കൂല, നിങ്ങൾ ആരെയും പറ്റിക്കണ്ട. പിന്നെ ഇതൊരു വരുമാനമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു നഷ്ടമില്ലാത്തൊരു ബിസിനസ് അല്ലേ. വെറുതെ കുടുംബക്കാരുടെ ബന്ധുക്കൾ കാണാനൊക്കെ പറഞ്ഞേക്കാം, നല്ല പരിപാടി ഉണ്ട്, ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞാൽ 10 ആളോട് പറഞ്ഞ് 2 ആൾക്ക് കേൾക്കണം തോന്നിയാലോ? ഒരെണ്ണാൾ ഇവിടെ വന്നിരിക്കൂ, ഓർക്ക് സംഭവം മനസ്സിലാവും. ഓര് ചില നോക്കൂ, ഓക്ക് 2-10 കിട്ടിക്കണോ, അല്ല ഓക്ക് 50,000 കിട്ടിയോ, എനിക്ക് കിട്ടൂ. ആളുകൾ കമ്പയർ ചെയ്യൂ, ഓർക്ക് പറ്റി എനിക്കും പറ്റൂ. അങ്ങനെയൊക്കെ ചില ആളുകൾ ഇറങ്ങുന്നുണ്ടാവുക. സ്വാഭാവികമായും അവർ ബിസിനസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് 4% തരൂ. നിങ്ങൾ ഓരെ സഹായിക്കുക, ഒരു നിങ്ങളെ സഹായിക്കുക, പരസ്പരം സഹായിക്കുക. അങ്ങനെ നാളെ ടീം വലുതാവും. ടീം വലുതാവുമ്പോൾ സ്ഥിരമായി വരുമാനം കിട്ടും. അറിഞ്ഞുകൊണ്ടൊരു കുട്ടീനെ പറ്റിക്കേണ്ട. ഇതാണ് ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ മറ്റു കമ്പനികൾ, ഞാൻ വേറൊരു കമ്പനി കുറ്റം പറയാൻ ആളല്ല, പക്ഷേ മണി ചെയിൻ കമ്പനികൾ നാട്ടിൽ കുറേ ആളെ പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ തോന്നില്ല.
അതുകൊണ്ടാണ് പല ആൾക്കാരും ഇത് എതിർക്കുന്നത്. അതും ഇത് രണ്ടാമത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഹലോ, നിങ്ങള് ഓരോട് ഇതൊന്ന് പറഞ്ഞോട്ട് നോക്കി. ഈ മണി ചെയിൻ ചെയ്ത ആളുണ്ടല്ലോ പുടിയിക്കണേ, ഒരു ദേഷ്യം ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞു നോക്കി, മുടക്കുന്ന നല്ല സാധനം, നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്. ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൊടുത്തു നോക്ക്. ഒരു വീണ്ടും വാങ്ങിക്കണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വിറ്റ് നോക്ക്. ഇനി നിങ്ങൾ ബിസിനസ്സായി ചെയ്യാൻ വേണ്ടി നല്ല പരിചയപ്പെടുത്തി നോക്ക്. അങ്ങനെ പറയണത് ചെയ്യുക. സ്വാഭാവികം ഓരോക്കെ നമ്മളോട് വരാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ മണി ചെയിനിൽപ്പെട്ട ആളുകൾ ഇന്ന് നമ്മളെ തടയുന്നവരാണ്, നാളെ ഓരോക്കെ നമ്മളെ കൂടെ വരേണ്ടവരാ. അതായത് പണ്ട് സർദാജി ഉത്സവത്തിന് പോയ സമയത്ത് ഉത്സവ സ്ഥലത്ത് ഭാര്യനെ കാണായിപ്പോയി. ഇയാൾ തെരച്ചിലോട് തെരച്ചില്. ആ ഉത്സവപ്പറമ്പ് മുഴുവൻ തെരഞ്ഞിട്ടും ഭാര്യനെ കാണുന്നില്ല. അങ്ങനെ മൂപ്പര് ക്ഷീണിച്ച അവസരമായി ഒരു ഭാഗത്ത് ഇരിക്കാൻ പോകുമ്പോൾ ആരുടെ ഒരു ചങ്ങായി തലയിൽ താത്തി കുത്തിരിക്കുന്നത്. അപ്പൊ സർദാർ ചോദിച്ചു, ഇങ്ങനെ എന്തായാലും ഇരിക്കുന്നത്? ഓൻ പറഞ്ഞു, നിന്റെ ഭാര്യനെ കാണുന്നില്ല, ഞാൻ എല്ലായിടത്തിലും തെരഞ്ഞ് അങ്ങനെ അവിടെ ഒന്ന് കുത്തിരിക്കാന്ന്. അപ്പൊ സർദാർ, ഞാനും അതേ അവസ്ഥയിലാണ്, നിന്റെ ഭാര്യനെയും കാണുന്നില്ല. ഇത് മൂപ്പര് അങ്ങോട്ട് ചോദിക്കുക, അല്ല എന്റെ ഭാര്യനെ കണ്ട എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇപ്പൊ കുറേ തെരഞ്ഞു വന്നല്ലേ, ആടെ എങ്ങനെ അഥവാ എന്റെ ഭാര്യനെ കണ്ടിക്കോന്ന് അറിയാൻ വേണ്ടി ചോദിക്കാണ്. എന്റെ ഭാര്യനെ കണ്ട എങ്ങനെ ഉണ്ടാവും? അപ്പൊ മൂപ്പര് പറയാണ്, നല്ല വെളുത്ത നിറോ, ഒത്തുയരോ, മുട്ടോളം മുടി, തുടുത്ത മുഖം, തത്തമ്മ ചുണ്ട്. ഇയാൾ പറയാ, നീക്കി നമുക്ക് ഒന്നുകൂടി തെരയാൻ പോവാന്ന്. ആ മറ്റോ ചോദിച്ചല്ല, നിങ്ങളെ ഭാര്യനെ കണ്ട എങ്ങനെ ഉണ്ടാവും? അത് പോട്ടെ, നമ്മളിപ്പോൾ ഞങ്ങളെ നോക്കാന്ന്. ഹലോ, നിങ്ങള് മണീച്ചേനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ പറയും, ഇന്റെ പോട്ടെ, നമ്മൾ കണ്ടാൽ കൂടി നിങ്ങളെ നോക്കാന്നറിയോ? അത്രയ്ക്ക് നല്ല പ്ലാനാ. ആഴ്ചക്ക് 2-10 വാങ്ങുന്ന ഇഷ്ടംപോലെ ലീഡർമാരെ കാണിച്ചു കൊടുക്കാനുണ്ട്. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഇഷ്ടംപോലെ ആളെ കാണിക്കാനുണ്ട്. ഈ നഷ്ടസാധ്യതയുള്ള ഒരാളെ അത് കാണില്ല. എന്റെ 50,000 പോയി, 1 ലക്ഷം പോയി, 5 ലക്ഷം പോയി, 10 ലക്ഷം പോയി, അങ്ങനെ ഒരാളോട് പൈസ വാങ്ങി പോണ പരിപാടി ഇല്ലെന്ന്. പിന്നെ ഇപ്പൊ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് തന്നെ ധൈര്യമായി ആളെ കൂടെ കൊണ്ടുവരിക, ഓരെ കൊണ്ടൊന്ന് കേൾപ്പിക്കുക, ഒന്ന് മനസ്സ് തുറന്ന് കേൾക്കാൻ പറയാം. എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക. അതല്ല, എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലും നേടണമെങ്കിൽ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണോ? എന്തെങ്കിലും ചെയ്തു നോക്കുക. ഒന്നും ചെയ്യാണ്ട് ലോകത്തൊന്നും കിട്ടൂല. അങ്ങനെ മുതൽ മുടക്കില്ലാതെ സൈഡായി ചെയ്തു തുടങ്ങാവുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. പിന്നെ ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിന്റെ കഴിവുകളോ ഒന്നും അല്ലത്. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൂട്ടായി ചെയ്യുന്നതാ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണമെങ്കിൽ കൂട്ടമായി സഞ്ചരിക്കാൻ നല്ലത്. നിങ്ങൾ കണ്ടില്ലേ, ഒരു പറമ്പിൽ നിന്ന് മറ്റേ പറമ്പിലേക്ക് കാക്കച്ച് ഒറ്റയ്ക്ക് പറക്കും. പക്ഷേ ദേശാടന പക്ഷികൾ കൂട്ടായിട്ടാണ് പറക്കുക. അവർക്ക് ഒരുപാട് കിലോമീറ്റർ താണ്ടാനുള്ളതാണ്. നമുക്ക് അങ്ങ് ഒരുപാട് കാലം ചെയ്യാനുള്ളതാ. ടീമായിട്ട് പ്രവർത്തിക്കുക. അപ്പോ തളർച്ചയും ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പരസ്പരം മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ചെയ്തു പോവാം. നഷ്ടം എന്തായാലും ഇല്ല. ബിജു ബി കെ സാറൊക്കെ ബിസിനസ് കൊണ്ടുവന്നത് എങ്ങനെയാ? എളുപ്പമല്ല മമ്മൂട്ടിയത്. ഞാൻ കൊണ്ടുവരുന്ന കാലത്ത് ഇങ്ങനെ ഒന്നല്ലായിരുന്നു. പല പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ സമയത്ത് അവർക്ക് ഭർത്താവിനെ കുറിച്ച് അഭിമാനം തോന്നും. പക്ഷെ അതിനെങ്ങനെ ആക്കിയെടുത്ത് അമ്മനോട് ചോദിച്ചു നോക്കണോ, പണ്ട് ചിരങ്ങി പിടിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അന്ന് ഇവള് കണ്ടിട്ടില്ല, കണ്ടത് അമ്മയെ കണ്ടത്. ഓൽക്കായിരുന്നു കഷ്ടപ്പാട്. ഇയാള് മറ്റേ കല്യാൺ ജ്വല്ലറിലെ മാനേജറായിരുന്നു. ഞാൻ എത്രയോ പറഞ്ഞു ബിജു ബിസിനസ് ചെയ്യുക, ഐഡിയ അടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഇയാൾ ഇറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കല്യാൺ ജ്വല്ലറിന് മുമ്പ് പോകും. ബിസാറേ, നമ്മളൊന്ന് ബിസിനസ്സിന് ഇറങ്ങുക, നല്ല വളർച്ചയുണ്ട്. അവൻ പറയുക, ക്യാമറ കൊടുക്കും, നീ ക്യാമറ കൊടുക്കും, നിന്റെ പണി പോകും, മറിക്കും എന്നെ അങ്ങനെ തള്ളി പുറത്താക്കും. അങ്ങനെ ഞാൻ ഓന്റെ ഷോപ്പിന് മുമ്പിൽ നിൽക്കും. എന്നിട്ട് കൊടുക്കട്ടെ, റോഡുമേൽ നിന്നിട്ട് ക്യാമറ കൊടുക്കുന്നതിന് എനിക്ക് ഒരുത്തരം പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു നിൽക്കൂ. അങ്ങനെ പറഞ്ഞിട്ടൊന്നും അറിയാത്ത മനുഷ്യൻ അയാൾ പറഞ്ഞു, ഞാനടുത്ത് റീജിയണൽ മാനേജർ ആകാൻ പോവാണ്. ഇപ്പൊ എനിക്ക് 40,000 സാലറി, അത് 60,000 ആകാൻ പോവാണ്. നീ നിന്റെ ജീവിതം കൊള്ളാക്കരുതെന്നാ പറഞ്ഞത്. അങ്ങനെ എന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പക്ഷെ അയാൾ ഇറങ്ങിയില്ലെങ്കിൽ ശരി, കൂടുതലുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ പണിയെടുക്കാൻ തുടങ്ങും. ആദ്യമായി ഒരാഴ്ച എനിക്ക് 2-10 കിട്ടി. സാധാരണഗതിയിൽ നമുക്ക് പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടിയാല്, ഒരു റാങ്ക് കിട്ടിയാല്, ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയാല്, ഒരു ജോലി കിട്ടിയാല്, ഒരു നല്ല വരുമാനം കിട്ടിയാല് നമ്മൾ സന്തോഷം പങ്കിടാൻ ആദ്യം വീട്ടിലേക്കാ പോവുക. അത് ഉമ്മാനോടോ ഭാര്യനോടോ മക്കളോടോ ഒക്കെ പങ്കിടാനാ പോവുക. പക്ഷെ ഞാൻ പോയത് എന്റെ വീട്ടിലേക്കല്ല, ഞാൻ പോയത് ഓരുടെ വീട്ടിലേക്കാ. 2-10 അടിച്ചു നടന്ന സമയത്ത് നേരെ വണ്ടി എടുത്ത് പോണത്
ബിസാർ വീട്ടിലേക്ക് കഷ്ടകാലത്തിന് പോയപ്പോ ഓനാടല്ല. ഓൻ അമ്മോച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഭാര്യ വീട്ടിലുള്ളത് പറഞ്ഞ് പോയി ഭാര്യ വീട്ടിൽ അന്വേഷിച്ച് പിടിച്ചേ. അങ്ങനെ അമ്മോച്ചനെ, മരുവനെ, ഭാര്യനെ, അമ്മായിമനൊക്കെ വിളിച്ചിരിച്ച് ഞാൻ വേറൊരു കാര്യം പറയാൻ വന്ന, നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്ന് കാണാൻ വന്നല്ലേട്ടാ, നിങ്ങളെ മരുവനൊന്ന് കണ്ടു രണ്ട് വർത്താനം പറയാൻ വന്നാണ്. ഞാൻ ഇവരൊരു ബിസിനസ് കൂട്ടിക്കുന്ന ആദ്യത്തെ ഐഡി ഇവന്റെ താഴെ അടിച്ചത്. അതിന് താഴെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഇയാൾ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ആഴ്ചക്ക് 2,10,000 കിട്ടും എന്ന് ഞാനോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ മരുവനെ കൊണ്ട് ഒരു ഉറുപ്പ്യേന്റെ കച്ചവടം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബെല്ലിന് ആഴ്ചക്ക് 2,10 വാങ്ങിക്കുന്നത് ആ വിവരം പറയാൻ വേണ്ടി വന്നതാ. പിന്നെ ഞങ്ങൾ വലിയ ബന്ധാന്ന് നിങ്ങൾക്ക് പണ്ടേ അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയണത്. ഇനിയും ബിസിനസ്സിൽ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളെ ബന്ധം അകന്നു പോകും. കാരണം ഞാൻ വലിയ വരുമാനത്തിലേക്ക് പോകുന്ന സമയത്ത് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും എന്റെ ഫാമിലിക്കൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന അവസ്ഥ വരും. എന്റെ കുഴപ്പം കൊണ്ടല്ല. അങ്ങനെ വലിയ സാമ്പത്തിക വ്യത്യാസം വരുമ്പോൾ നമ്മളങ്ങനെ അടുക്കാണ്ടായി പോകും. അങ്ങനെ ഞങ്ങളെ ബന്ധം അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ഉറപ്പിച്ചോളി, നിങ്ങളെ മരുവന് ആ കല്യാണം ചെറിയ കിടന്ന് നരയിച്ച് ചാവും. അത് ഞാൻ കാണേണ്ടി വരും. അതുകൊണ്ടുകൂടി ഞാൻ വന്ന് പറഞ്ഞിട്ടോ എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങി. അമ്മോച്ചൻ ചോദിച്ചു, എന്തിനാ ബിജു ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്റെ കൂടെ ഒരുപാട് കൊല്ലം ജോലി ചെയ്ത മനുഷ്യനല്ലേ അയാളെ വിശ്വസിച്ചിറങ്ങിക്കൂടെ? അങ്ങനെ ഒരു ഭാഗത്ത് നിന്റെ തള്ളും, മറ്റേ ഭാഗത്ത് മൂപ്പരെ വലിയൂടി ചേർന്നിട്ടാണ് ഇവർ ഇറങ്ങി കിട്ടിയത്. ഹലോ, ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാലും, അമിതാഭ് ബച്ചനും ഒക്കെ അയക്കും. ഓരോ ആളുകളും ഇങ്ങനെയാ വന്നതെന്ന്. ഇന്ന് കാണുന്ന പല ആളുകളും വന്നത് ലീഡേഴ്സിന് നിർബന്ധം കൊണ്ടാ. ഒരു പക്ഷെ ഇന്നും നിങ്ങളെ പുതുതായി വന്നവരെ ലീഡേഴ്സ് നിർബന്ധിക്കുന്നു. നാളെ നിങ്ങളെ നേട്ടങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ്. നാളെ ഈ നേട്ടം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പറയും, അന്ന് എന്നെ ലീഡർമാർ നിർബന്ധിച്ചാൽ ഞാൻ വന്നതെന്ന്. ഇന്ന് നിങ്ങൾ ഊരി രക്ഷപ്പെടാനൊക്കെ നോക്കൂ. ആടിനെ തോട് കിടത്തുന്ന മാതിരി ഒരു ബിസിനസ് അത്. ഹലോ, ഇവിടെ നല്ല തോട്, വെള്ളം, ഇപ്പുറത്ത് നല്ല പുല്ല്. ആടിനെയും കൊണ്ടുകൊണ്ട് വന്നാല് വെള്ളം കണ്ട ആട് പിന്നെ അങ്ങോട്ട് പോവില്ല. അതിനെ കയറ് പിടിച്ച് വലിച്ചിട്ടോ ബേക്കിന് ഉന്തിയിട്ടോ തച്ചിട്ടോ എങ്ങനെങ്കിലും ഒന്ന് ഇപ്പുറത്തി കഴിഞ്ഞാൽ പിന്നെ ആട് ഓട്ടയ്ക്ക് എന്നെ പുറകെ ഓടാൻ നമ്മളെ കൊണ്ടാവില്ല. അങ്ങനെ ഞാൻ മുമ്പ് തോടി കടത്തി. പിന്നെ ഇയാൾ ഓട്ടോടി. ഇപ്പോൾ ആഴ്ചക്ക് 2,10 വാങ്ങാൻ തുടങ്ങി. പിന്നെ ITC ആയി. എത്രയോ കോടി കിട്ടി. വീട് പൊളിച്ചു മാറ്റുന്നു, കാറ് മാറ്റുന്നു. ഹലോ, ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സുഖം ഉണ്ടോ? കൊണ്ടോ നമുക്കൊരു സുഖം ഉണ്ടാവില്ലേ? ഇതിന്റെ ഒക്കെ പിന്നിൽ ഞാനും ഉണ്ട്. സത്യത്തില് ബിജുവിനെ വളർത്തി വലുതാക്കിയതൊക്കെ ഓന്റെ അച്ഛനും ഒക്കെ ആണെങ്കിലും ശരി, ഓൻ ഇങ്ങനെ ആക്കിയ ഞാനാന്ന് പറഞ്ഞു തുടങ്ങി അല്ലേ? അങ്ങനെ എത്രയോ ആൾക്ക് നേട്ടം ഉണ്ടായി കൊടുത്തതിന്റെ കഥകൾ പറയാനുണ്ട്. നിങ്ങൾ കോഴിക്കോട് വലിയ മീറ്റിംഗ് സമയത്ത് കുറെ വലിയ വലിയ ലീഡർമാർ പറയും, എന്നെ ബെല്ലി സാറാ ബിസിനസ് കൊണ്ടുവന്ന്, എന്നെ ബെല്ലി സാറാ ബിസിനസ് കൊണ്ടുവന്ന്, ഇങ്ങനെ പറയുന്ന കേൾക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖ. പക്ഷെ അവനെ കൊണ്ടുപോകുന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ചിരിച്ച് മരിക്കും ചിലപ്പോൾ നമ്മള്. അങ്ങനെ അവരൊക്കെ വന്നത്. അങ്ങനെ ഉന്തിരുന്ന് തള്ളിയിട്ട് ഇറങ്ങി ഓടിയൊരു പിടിച്ചുകൊണ്ടുവന്ന കഥയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളെ നിർബന്ധം കൊണ്ടുവന്നാണെങ്കിൽ ശരി, ഇന്ന് നിങ്ങൾ ലീഡേഴ്സ് പറയുന്നത് കേട്ട് കുറച്ച് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് നോക്കി, കുറച്ചടുത്ത അയൽവാസിക്കും ബന്ധുക്കും വേണ്ടപ്പെട്ടവരും കൊടുത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ഈ അവസരം ഒന്ന് കേൾപ്പിച്ച് ഓർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ തലമര വാറ്റി വരയ്ക്കുന്ന ദിവസമായി ഈ ദിവസം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങനെ ബോധ്യമുള്ളതുകൊണ്ടാണ് തൊട്ടു മുമ്പ് സംസാരിച്ചു പോയ ഉമർ ഉസ്താദ് ആദ്യം തന്റെ മക്കളെ ബിസിനസ്സിൽ കൊണ്ടുവന്നത്. ഹലോ, സംശയമുള്ള ഒന്നിലേക്ക് സ്വന്തം മക്കളെ ആരെങ്കിലും കൊണ്ടുവരുമോ? മുമ്പ് 2 ആൺകുട്ടികളുണ്ടെങ്കിൽ 2 ആൾക്കാർ ഫുൾ ടൈം ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങാ. അത് മനസ്സിലാക്കണോ? ആൾക്കിത് ബോധ്യമുണ്ട്. ഗൾഫിലിരിക്കണ മോനെ വിളിച്ച് വരുത്തി ഫുൾ ടൈം ഇത് ചെയ്യിച്ചുകൊണ്ടിരിക്കണ് സതക്കനെ. ഹലോ, പല കുറെ കളിയാക്കിയെന്നല്ലേ മൂപ്പര് പറഞ്ഞത്, പല കുറെ കൂശിച്ചെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഉപ്പാക്ക് ബോധ്യമുള്ളതുകൊണ്ട് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഉള്ളതിൽ ഏറ്റവും മികച്ചതേ നമ്മളെ മക്കൾക്ക് കൊടുക്കുള്ളൂ. അത് ഭക്ഷണമായാലും ശരി, അവസരമായാലും ശരി, ആദ്യം കഴിച്ചു നോക്കിയിട്ട് ഉമ്മ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുള്ളൂ. അതേപോലെ ഏറ്റവും മികച്ചതെന്ന് രുചിച്ചു നോക്കി ഉറപ്പുവരുത്തിയിട്ടാണ് ഉമർ ഉസ്താദ് മക്കൾക്ക് കൊടുത്തത്. ആ മക്ക് കൊടുത്ത ഓപ്പർച്യൂണിറ്റിയാ ഇങ്ങോട്ട് പറഞ്ഞേ, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ മാത്രം ആയിട്ടില്ല, അതുകൊണ്ടാ ഞാനും ഇത് തന്നെ കൊടുക്കാൻ പോണത്. പഠിച്ചോ, എന്ത് പഠിച്ചാൽ ശരി, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ് ഓരൊക്കെ ചെയ്യുള്ളൂ. ഇത്രയും വരുമാനം കിട്ടാവുന്ന, ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള, ഇത്രയും ആള് നല്ല ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്നത്തെ ഈ രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെ ഒക്കെ ആ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 1, മുടക്കുന്ന പൈസ നല്ല ഉൽപ്പന്നം കിട്ടും, നിങ്ങൾ പറ്റിക്കപ്പെടില്ല, വഞ്ചിക്കപ്പെടില്ല. 2, നിങ്ങൾ ആരെയും പറ്റിക്കണ്ട. പൈസ വാങ്ങിയാൽ ഒരു നല്ല ഉഗ്ര സാധനം കൊടുക്കും. നിങ്ങൾ കുറച്ചാൾക്ക് ഉൽപ്പന്നം കൊടുക്കണം, കുറച്ചാളെ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തണം.
അതിൽ കുറച്ചുപേരെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിന് 4% കമ്പനി മാറ്റിവെക്കും. അത് കൂട്ടിവെച്ച് 450 മുതൽ 210 വരെ വാങ്ങാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. നഷ്ടം ആർക്കുമില്ല, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നേട്ടമുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ നേട്ടം ഉണ്ടാക്കാം. ഇനി കഴിഞ്ഞ 2015 മുതൽ 11ാമത്തെ വർഷമാണ് ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം ആയി ചെയ്യുന്നത്. അപ്പൊ അത് വെറുതെ കിട്ടിയതല്ല, കഴിഞ്ഞ 10-11 കൊല്ലം പണിയെടുത്തുണ്ടാക്കിയതാണ്. ഇന്നത് കയറി എന്ന ഒറ്റ കാരണം കൊണ്ട് ആരും എളുപ്പത്തിൽ കോടീശ്വരനാകുന്നില്ല. ഇത്തിരി പണിയുണ്ട് ഇതിനകത്ത്. കുറച്ച് ആളെ കൊണ്ടുവരണോ, ഓരോത് പഠിപ്പിക്കണോ, ഓരോ കൂടെ നമ്മൾ പ്രവർത്തിക്കണോ, ഒരു വിട്ടു നോക്കുമ്പോൾ പിടിച്ചു ചേർത്ത് നിർത്തണോ, സ്നേഹത്തോടെ നിർത്തണോ, കൂലിയൊന്നും കൊടുക്കേണ്ട, ആ കമ്പനി കൊടുത്തോളൂ. ഒരു വളർന്ന് വലുതാകുന്ന വരെ നമ്മൾ ഓരോ കൂടുന്ന് താങ്ങായി നിന്ന് കൊടുക്കണോ. അല്ലാണ്ട് ഇങ്ങോട്ട് കയറി താഴെ തിരിച്ചു പോകുമ്പോൾ കൂട്ടിട്ട് അങ്ങ് പോവാ 2-10 വാങ്ങാമെന്ന് വിചാരിച്ച് അത്ര എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട. ഇത്തിരി പണി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണോ. ഹലോ, ആ ഒരു കഥയോട് പറഞ്ഞ് നിർത്താം. അതായത് വയനാട്ടിൽ നിന്ന് ഒരു ടീം ഇതിനു മുമ്പ് കോഴിക്കോട് ടൗൺ കാണാൻ പോയി. അങ്ങനെ ബീച്ച് മൊത്തം കറങ്ങി, മ്യൂസിയം കണ്ട്, പ്ലാനറ്റോറിയം കണ്ട്, അങ്ങനെ വൈകുന്നേരം തിരിച്ചു പോകുന്ന സമയത്ത് അന്ന് ഒരു 15 കൊല്ലം മുമ്പാണ് കോഴിക്കോടിൽ ഏറ്റവും വലിയ മാള് ഫോക്കസ് മാളാണ്. അപ്പൊ ഫോക്കസ് മാൾ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞ് അപ്പോൾ ഡ്രൈവർ ബസ് ഫോക്കസ് മാൾ അടി കൊണ്ട് നിർത്തി. അതിനകത്തുള്ള എല്ലാവരും മാള് കാണാൻ ഇറങ്ങിയ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ഒരു മോനും ഉണ്ട്. അതിനകത്ത് ഭർത്താവും മോനും കൂടി ചാടി ഇറങ്ങി. ഭാര്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. മോൻ പോയി വിളിച്ച അമ്മ വരുമ്പോൾ മാള് കാണാൻ പറഞ്ഞ്, മോനെ ഞാനില്ല, രാവിലെ മുതൽ ഇതിങ്ങനെ വൈകുന്നേരം വരെയൊക്കെ ഇറങ്ങിയിട്ട് എൻ്റെ അച്ഛൻ 1 ഉറുപ്പ്യൻ്റെ സാധനം എനിക്ക് വാങ്ങി തന്നിട്ടില്ല. ആ ബീച്ചിൽ നിന്ന് എന്തോ കണ്ടെങ്കിൽ 1 ഉറുപ്പ്യൻ്റെ അച്ഛൻ മുതൽ ചിലവാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലും മാളിൽ നിന്ന് കാണാനല്ല, എൻ്റെ അച്ഛൻ 1 ഉറുപ്പ്യം ചിലവാക്കില്ല, എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ മാളിലേക്കില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അമ്മ വന്നില്ല. അച്ഛനും മോനും കൂടി നേരെ കയറുന്ന മാതിരി മുമ്പ് തന്നെ കാണുന്ന ലിഫ്റ്റാണ്. ഇയാൾക്ക് ഇത് കണ്ട് യാതൊരു പരിചയമില്ല. മൂപ്പർ നോക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള പെണ്ണുങ്ങൾ വന്നിട്ട് ഇവിടെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത്, അന്നപ്പോൾ എന്തോ ഒരു പേടകം വന്ന് അങ്ങോട്ട് തുറന്ന് 1 എന്ന് കാണിക്കുന്നു. ഈ പെണ്ണുങ്ങൾ അകത്തേക്ക് കയറുന്നു, അടഞ്ഞു പോകുന്നു. മുകളിലേക്ക് അതാ പോകണേ. എന്താ സംഭവിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇയാൾ അവിടെ തന്നെ നോക്കിയിരുന്നു. അപ്പാണ് 2, 3, 4, 5, 6 കാണിക്കുന്നത്. അയാൾ അവിടെ തന്നെ നിന്ന് പിന്നെ നോക്കുമ്പോൾ 5, 4, 3, 2, 1. ഇയാൾ അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് ഒരു 10-25 വയസ്സ് പ്രായമുള്ള സുന്ദരിയായ ഒരു പെണ്ണ് പുറത്തേക്ക് വന്ന് ഇയാൾ മോനെ വിളിച്ചു പറയാടാ, അമ്മേനെ വിളിച്ച ആ സാധനത്തിലൊന്ന് കയറ്റിന്ന്. മൂപ്പര് വിചാരിച്ചത് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഇങ്ങനെ ആയി കിട്ടുന്ന ഒരു ഏർപ്പാട് ഇതിനകത്തില്ല. അങ്ങനെ കയറി ഇന്ന് മമ്മൂട്ടിയാക്കണ ഒരു ഏർപ്പാട് ഇതിനകത്തില്ല. പണിയെടുത്ത ഒരു 5 കൊല്ലം 6 കൊല്ലം പണിയെടുക്കുകയാണെങ്കിൽ ഒരു കർഷകൻ തെങ്ങ് വെച്ചാൽ 5 കൊല്ലം കാത്തിക്കണമല്ലോ, ഒരു കഴുങ്ങ് വെച്ച ഒരു 3 കൊല്ലം കാത്തിക്കണമല്ലോ. അതേപോലെ ഒരു 3 കൊല്ലം 5 കൊല്ലം കാത്തു നിന്ന് പണിയെടുക്കുകയാണെങ്കിൽ 2-10 വാങ്ങാന്നു. ആ 2-10 മരിക്കിനെ വരെ വാങ്ങാന്നു. മരിച്ചാൽ നോമിനിക്ക് വാങ്ങാന്നു, അതിന്റെ നോമിനിക്ക് വാങ്ങാന്നു. അങ്ങനെ തലമുറ മാറുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നും. അതിനു വേണ്ടിയിട്ട് പണിയെടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ 2 കൈ അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. 1 കൈ നിങ്ങൾ വെക്കെങ്കിൽ 1 കൈ ഞങ്ങൾ വെക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് GTS പ്രസിഡന്റ് സദക് സാറ്